കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി നിർവഹണത്തിൽ സംസ്ഥാനത്ത് ഒന്നാമതെത്തി. തുടർച്ചയായ രണ്ടാം വർഷമാണ് ഈ നേട്ടം കൈവരിക്കുന്നത്. അഭിമാനാർഹമായ നേട്ടമാണിതെന്ന് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതം 100% ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് ഒന്നാമതെത്തിയത്. 151 ബ്ലോക്ക് പഞ്ചായത്തുകളെയാണ് കോതമംഗലം പിന്നിലാക്കിയത്. വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതവും ലഭിക്കുന്നത്. 10 കോടിയിൽ പരം രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതി വിഹിതമായി ലഭിച്ചത്. തുടർച്ചയായ രണ്ടാം വർഷവും നേട്ടം കൈവരിക്കാനായത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണെന്ന് പ്രസിഡന്റ് PAM ബഷീർ പറഞ്ഞു. ക്ഷീരമേഖലയിൽ കൂടുതൽ തുക ചെലവഴിച്ചതിനുള്ള ജില്ലാതല പുരസ്കാരം 2 വർഷം കോതമംഗലത്തിന് ലഭിച്ചിരുന്നു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 1995 ആരംഭിച്ച ഈ ബ്ലോക്ക് പഞ്ചായത്ത് 2025 30 വർഷം പൂർത്തീകരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പട്ടികജാതി കുടുംബങ്ങളുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് വഴി പ്രത്യേകിച്ച് 15ഓളം ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് വഴി ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പദ്ധതി പ്രവർത്തനങ്ങൾ വളരെ തടസ്സപ്പെട്ട് മുന്നോട്ട് പോയ ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. പ്രത്യേകിച്ച് ആദിവാസി മേഖലയിലൊക്കെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം നിരവധി NOCകൾ വേണമെന്നുള്ളതും സമയബന്ധിതമായി ഭരണസമിതിക്ക് അത് വാങ്ങിയെടുക്കാൻ കഴിയാതെ പോയതുമൊക്കെ ആയിരിക്കാം കഴിഞ്ഞ 25 വർഷക്കാലവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി ചെലവ് പരിശോധിച്ചാൽ 65%-നും 70%-നും ഇടയിൽ മാത്രമാണ് കഴിഞ്ഞ 25 വർഷക്കാലവും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനത്ത് കേക്ക് മുറിച്ചാണ് ചരിത്ര നേട്ടം ആഘോഷിച്ചത്. പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, നിസാമോൾ ഇസ്മായിൽ, ആനീസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ എന്നീ ഭരണസമിതി അംഗങ്ങളും BDO, CO അമിത, ജോയിന്റ് BDOമാരായ MS സിദ്ദിഖ്, MS മനോജ് തുടങ്ങിയ ജീവനക്കാരും ആഘോഷത്തിൽ പങ്കുചേർന്നു. GTV ന്യൂസ് കോതമംഗലം.